ഹായ് എവ്രി വൺ. നമ്മൾ റിസർച്ച് മെത്തഡോളജിയുടെ ചാപ്റ്റർ 4ലേക്ക് പോവുകയാണ്, മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. അപ്പോൾ ഇതിൽ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർമെൻറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിംസ് ടു ഒബ്ജക്റ്റ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്. സോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ അതിനെ മെഷർ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ കൺസ്യൂമർ പ്രിഫറൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺസ്യൂമേഴ്സ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ആ കൺസ്യൂമേഴ്സിൻ്റെ ആ ഒരു പ്രിഫറൻസ്, ആ ഒബ്ജക്റ്റിൻ്റെ പ്രിഫറൻസ് നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്കതിനെ ഒരു ന്യൂമറിക്കൽ ടേംസിലേക്ക് അതിനെ അസൈൻ ചെയ്യണം. അതായത് നമ്മൾ നമ്പേഴ്സ് അതിനെ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം അസൈനിങ് നമ്പേഴ്സ്, ഈ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു ദ ഒബ്ജക്റ്റ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്. അപ്പം ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അത് ന്യൂമറിക്കൽ ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ മെഷർമെൻറ്റ് പോസിബിൾ ആയിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിനെ നമുക്ക് മെഷർ ചെയ്യാനോ അനലൈസ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ടുകളെ, അതായത് ക്യാരക്ടറിസ്റ്റിക്സിനെ ഒരു ന്യൂമറിക്കൽ ടേംസിലേക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ വേ ഓഫ് ഡൂയിങ് ഇറ്റ് സിസ്റ്റമാറ്റിക്കലി ചെയ്യുമ്പോഴാണ് അതിനെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ് കൺസ്യൂമർ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിനെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പെർസെപ്ഷനും ആറ്റിറ്റ്യൂഡും പ്രിഫറൻസുകളൊക്കെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റേറ്റീവ് ടേംസിൽ തന്നെ എഴുതിയാൽ അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ക്വാളിറ്റേറ്റീവ് ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അനലൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂമറിക്കൽ ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് മെഷർമെൻറ്റ്. Then it is easy to assign numbers in respect of properties of some object, but it is relatively difficult in respect of other object. അപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി, ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി പഠിക്കണമെങ്കിൽ അതിന് നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടേമിലേക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇപ്പോൾ പ്രോപ്പർട്ടീസ് ലൈക്ക് വെയ്റ്റ്, ഹൈറ്റ്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുകയാണ് ഒരു ഒബ്ജക്റ്റ് ടോൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ബട്ട് നമ്മൾ അതിൻ്റെ ആക്ച്വൽ ഹൈറ്റ് പറയുകയാണ്, ഇപ്പം 150 സെൻറ്റിമീറ്റർ എന്ന് പറയുവാണെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത്? മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. Then it is a in social phenomena there are two types of variables. One related with a variable which can be converted into quantitative variable, and other എന്താണ്? Standard units or scales. Another type എന്ന് പറഞ്ഞാൽ related with which cannot be converted into quantitative data. അപ്പോൾ സോഷ്യൽ ഫിനോമിനൽ, ഇപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ചുകളിൽ നമ്മളിപ്പോൾ മെഷർമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ചുകളിൽ 2 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് മെയിൻലി ഉണ്ടാകുക. ഒന്ന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലേക്ക് മാറ്റാൻ പറ്റുന്നത്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലേക്ക് നമുക്ക് മാറ്റാനേ പറ്റില്ലാത്തത്. അങ്ങനത്തെ 2 രീതിയിലുള്ള വേരിയബിൾസ് ആണ് ഉണ്ടാവുക. സോ ഈ 2 വേരിയബിൾസും 2 ടൈപ്പ് ഓഫ് ഡാറ്റയും നമുക്ക് എന്താണ്? നമ്മുടെ റിസർച്ച് നമുക്ക് ആവശ്യമാണ്. അപ്പം ക്വാണ്ടിറ്റേറ്റീവിലേക്ക് ഈസിലി എക്സ്പ്രസ് ചെയ്യാൻ, ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ തന്നെയാണ്, അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഈസിലി പറ്റും. പക്ഷേ അതുപോലെയല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് മെഷർമെൻറ്റ്. അടുത്തതാണ് സ്കെയിലിംഗ്. അപ്പോൾ നമ്മൾ ഈ മെഷർ ചെയ്ത സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്താലാണ് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്കെയിലിംഗ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സ്കെയിലിംഗ്, ദ ടേം ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് മെഷറിംഗ് ഓഫ് സംതിങ്. ആ മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കെയിലിംഗ്. അപ്പോൾ എന്ത് സ്കെയിൽ വെച്ചിട്ടാണ്, ഏത് ടൈപ്പ് ഓഫ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഇല്ലേ, അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഓബ്ജക്റ്റാണ് എന്ത്? സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റിസർച്ചിലും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന്, എങ്ങനെ അത് മെഷർ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നു, അതനുസരിച്ച് ഈ സ്കെയിലിംഗ് മാറി വരും. സോ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വേരിയസ് തിങ്സ്. എക്സ്റ്റെൻഷൻ ഓഫ് മെഷർമെൻറ്റിൻ്റെ ഒരു ആക്ച്വൽ ഡൂയിങ് ആണ് എന്ത്? സ്കെയിലിംഗ് എന്ന് പറയുന്നത്. സോ സ്കെയിലിംഗ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമൈനിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ലൈക്ക് ലീഡർഷിപ്പ് സ്റ്റൈൽ, ബ്രാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്, എക്സെട്ര. അപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്കെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ അസൈനിങ് നമ്പേഴ്സ്.
ഒരു ഡിഗ്രി ഒപ്പീനിയനോ അങ്ങനത്തെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പേഴ്സിലേക്ക് അസൈൻ ചെയ്തതിന് ശേഷം അത് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Then this can be done in two ways. അപ്പോൾ സ്കെയിലിംഗ് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. To make the judgment about some characteristics of an individual and then place him directly on a scale that has been defined in terms of that characteristics. അടുത്ത prepare questionnaire in such a way that the score of individual response allocate him in a place on a scale. അപ്പോൾ ഒരു ആദ്യത്തെ കേസിൽ ജഡ്ജ്മെൻറ്റ് അബൌട്ട് സം ക്യാരക്ടറിസ്റ്റിക്സ്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എടുക്കുന്നു, അതിന് നമ്മൾ മെഷർ ചെയ്യുന്നു. സെക്കൻഡ് കേസ് ആണെങ്കിൽ എന്താ, നമ്മളൊരു ക്വസ്റ്റനെയർ ഉണ്ടാക്കിയിട്ട് ആ ക്വസ്റ്റനെയർ അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെഷർ ചെയ്യുന്നു. രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന എന്ത് തന്നെയാണ്, ആട്രിബ്യൂട്ട്സ് തന്നെയാണ് പഠിക്കുന്നത്. ദെൻ മെഷർമെൻറ്റ് സ്കെയിലുകൾ, 4 രീതിയിലുള്ള മെഷർമെൻറ്റ് സ്കെയിലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്, ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽസ്. അപ്പോൾ നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും മിനി പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു സ്കെയിലിംഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മെയിൻലി ദർ ആർ 4 ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽ, ദാറ്റ് ഈസ് നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ ആൻഡ് റേഷ്യോ. 4 രീതിയിലുള്ള മെഷർമെൻറ്റ് സ്കെയിലുകളാണ് നമുക്കുള്ളത്. ഓരോന്നും എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് നോമിനൽ സ്കെയിൽ. നോമിനൽ സ്കെയിൽ, അപ്പോൾ 4 സ്കെയിലുകളിലും വെച്ച് ഏറ്റവും വീക്കായിട്ടുള്ളൊരു സ്കെയിലിംഗ് രീതിയാണ് നോമിനൽ സ്കെയിലിൽ വരുന്നത്. അപ്പോൾ നോമിനൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ് നോമിനൽ. അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് വീക്കസ്റ്റ് സ്കെയിൽ ഇൻ 4 സ്കെയിൽ. Okay, so it is simply a system of assigning numbers simple to events in order to label them. അതിന് നമുക്കൊരു പേര് കൊടുക്കണം, അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂവേ ഇല്ല. ഇപ്പോൾ ഒരാളുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്യുകയെന്ന് വിചാരിക്കും, അപ്പോൾ അതിലൊരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ നമുക്കത് ക്വാണ്ടിറ്റേറ്റീവ് നമ്പറിലേക്ക് അസൈൻ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തേതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ദ ക്വാളിറ്റേറ്റീവ് സ്കെയിൽ വിത്തൗട്ട് ഓർഡർ ഈസ് ടേംഡ് ആസ് നോമിനൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വാളിറ്റേറ്റീവ് ആണ്, അതേപോലെ തന്നെ അതിന് ഒരു ഓർഡർ ഒന്നുമില്ല. ഇപ്പോൾ 3 പേരുടെ നെയിം നമ്മൾ എഴുതുകയാണ്, ആ നെയിമിന് നമ്മൾ ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കത് പോസിബിൾ അല്ല. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഓർഡർ ചെയ്യുക, നമുക്ക് ഒന്നുമില്ല ഓർഡർ ചെയ്യാം, ജസ്റ്റ് നെയിം മാത്രം എഴുതുന്നു, അതിനെ നമ്മൾ ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡാറ്റേനെയാണ് നമ്മൾ നോമിനൽ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക. സോ നോമിനൽ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് ആർ യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫീച്ചേഴ്സ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഡേറ്റ കളക്റ്റഡ് ത്രൂ എ നോമിനൽ മെഷർ സ്കെയിൽ ഇസ് കോൾഡ് നോമിനൽ ഡേറ്റ. അപ്പം നോമിനൽ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോമിനൽ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നോമിനൽ സ്കെയിൽ ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷർ ഒബ്ജക്ട്സ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ് സച്ച് ആസ് yes or no type of population groups such as rural, urban, metropolitan, etc. അപ്പോൾ ഇവിടെ എസ് ഓർ നോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ റൂറൽ ഏരിയ, അർബൻ ഏരിയ, ഒരു രീതിയിലും ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മളിവിടെ അസൈൻ ചെയ്യുന്നത്, ഈ നോമിനൽ സ്കെയിലിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു പേര്, ഇപ്പോൾ നമ്മുടെ റെസ്പോണ്ടൻസിൻ്റെ പേര്, അതെന്ന് പറയുന്നത് നമുക്ക് അതിന് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അതിനെ ഓർഡർ ചെയ്യാൻ പറ്റില്ല, ഇൻ്റർവൽ ആക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഡേറ്റയാണ് എന്ത് നോമിനൽ സ്കെയിലിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. നോമിനൽ സ്കെയിൽസ് ആർ ദ ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആൻഡ് ദ സിംപ്ലസ്റ്റ് ഓഫ് ദ സ്കെയിൽസ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, അതിന് ഓർഡർ ഇല്ല, വാല്യൂ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിംപ്ലസ്റ്റ് ആണ്, ഏറ്റവും ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആണ്, റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു സ്കെയിലിംഗ് ആണ് നോമിനൽ. ദ നോമിനൽ സ്കെയിൽ ഡസ് നോട്ട് പോസസ് ഓർഡർ, ഡിസ്റ്റൻസ് ഓർ ഒറിജിൻ. അതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. അതിന് ഓർഡർ ഇല്ല, ഡിസ്റ്റൻസ് ഇല്ല, ഒറിജിൻ ഇല്ല. ഇറ്റ് ഈസ് മീനിങ്ലെസ് ടു ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് നോമിനൽ ഡാറ്റ. ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും നമ്മൾ നോമിനൽ ഡേറ്റയിൽ യൂസ് ചെയ്യാറില്ല. ഒരാളുടെ പേര് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനോ കുറയ്ക്കാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതാ പറഞ്ഞത്, ഒരു രീതിയിലുമുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇവിടെ അപ്ലിക്കബിൾ അല്ല. Then, in another words, nominal scales are used to measure the property of difference. It is a scale of measurement. Just ഒരു സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആണ്. നമുക്ക് നെയിം അങ്ങനത്തെ ക്വാളിറ്റേറ്റീവ് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നോമിനൽ സ്കെയിൽ. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് ഐറ്റംസ് ഡു യു ടെൻഡ് ടു ബൈ അറ്റ്ലീസ്റ്റ് വൺസ് പെർ മന്ത്, പ്ലീസ് ടിക്ക്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ള ഫുഡ് ഐറ്റംസ് ഏതാണ്? ഓപ്ഷൻസ് തന്നേക്കുവാണ്: മീറ്റ്, കോക്കനട്ട് ഓയിൽ, റോ റൈസ്, പാസ്ചറൈസ്ഡ് മിൽക്ക്, ചില്ലി, പ്രോൺസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ റോ റൈസ് എന്ന് ഞാൻ സെലക്ട് ചെയ്തു. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ് ടേമിലേക്ക് ഒരു രീതിയിലും
റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നോമിനൽ സ്കെയിൽ ഇസ് ദ ലീസ്റ്റ് പവർഫുൾ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ലീസ്റ്റ് പവർഫുൾ, സിംപ്ലസ്റ്റ്, ലെസ് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള സ്കെയിലിംഗ് ആണ്. The number have no arithmetic properties and act only as labels, only measure of average which can be used in the mode because this is simply a set of frequency counts. അപ്പോൾ ഇവിടെ റോ റൈസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം റെസ്പോണ്ടൻസിൽ ഒരു 50% ആൾക്കാരും റോ റൈസ് എന്ന് പറഞ്ഞാൽ നമുക്കത് 50 പേര് റോ റൈസ് എന്ന് പറഞ്ഞു എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് ഈ റോ റൈസിന് നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ല. So that kind of information which cannot be assigned any kind of numerical or quantitative values are termed as nominal data. Okay. അടുത്തതാണ് ഓർഡിനൽ സ്കെയിൽ. ഇപ്പം നോമിനൽ കഴിഞ്ഞാൽ അടുത്തതാണ് ഓർഡിനൽ. അപ്പം ഓർഡിനൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഓർഡർ. ഓർഡിനൽ മീൻസ് ഓർഡർ, ഓർഡറുമായിട്ട് ബന്ധം. നോമിനൽ എന്ന് പറയുമ്പോൾ നമ്മൾ നെയിം എന്ന് ഓർത്ത് വെക്കുക, നെയിം. ഓർഡിനൽ എന്ന് പറയുമ്പം ഓർഡർ, അതായത് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ, ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റേനെയാണ് നമ്മൾ ഓർഡിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡിനൽ സ്കെയിൽ ഇസ് നോൺ ആസ് റാങ്കിങ് സ്കെയിലാണ്. ഓർഡിനൽ സ്കെയിൽ പ്ലേസസ് ഇവൻസ് ഇൻ ഓർഡറിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. ദെൻ ഓൺലി റാങ്ക് ഇസ് ഇൻവോൾവ് ഇൻ ഓർഡിനൽ സ്കെയിൽ. അപ്പോൾ അവിടെയും റാങ്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് പോയി, നോമിനൽ സ്കെയിലിനെ കഴിഞ്ഞും ഒരു പടി കൂടി മുന്നോട്ട് പോയി നമുക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. മറ്റേത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ഇവിടെ റാങ്കിങ് കൂടെ പറ്റുന്നുണ്ട്. വി ആർ ഏബിൾ ടു സീ ദാറ്റ് ഒബ്ജക്റ്റ് എ ഹാസ് എ ഹയർ റാങ്ക് ദാൻ ഒബ്ജക്റ്റ് ബി, ബട്ട് വി കനോട്ട് സീ ഹൗ മച്ച്. അതാണ് അവിടുത്തെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്. എന്താണ്, ഇവിടെ നമുക്ക് 2 ഒബ്ജക്റ്റ് തന്നിരിക്കുകയാണ്, എയും ബിയും. അപ്പോൾ നമുക്ക് പറയുന്നുണ്ട് അതിനെ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് വി ക്യാൻ റാങ്ക് ദം. എ എന്ന് പറയുന്നത് ബിനെ കഴിഞ്ഞും ഹയർ റാങ്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഗ്രേറ്റർ ആണ്, ഏതൊരു ഡിസ്റ്റൻസിലാണ് ഇത് ഗ്രേറ്റർ ആയിട്ടിരിക്കുന്നത്, അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് മൈറ്റ് ബി ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ മേജർ റോഡ്സ് ആൻഡ് മൈനർ റോഡ്സ് ഓർ സ്മോൾ, മീഡിയം ആൻഡ് ലാർജ് സിറ്റീസ്. അപ്പോൾ നമ്മൾ പറയണോ ഒരു സിറ്റി മറ്റൊരു സിറ്റീനെ കഴിഞ്ഞും വലുതാണ് എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ അത് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിൽ റോഡ് ഇതിനെ കഴിഞ്ഞും വലുതാണ്, പക്ഷെ അത് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സ്കെയിലിംഗ് ആണ് ഓർഡിനൽ. This scale measures differences in magnitude. It's scale of measurement in which measurement categories forms a rank order along a continuum. If P is greater than Q and Q is greater than R, then P is greater than R. അല്ലേ, P എന്ന് പറയുന്നത് Qനെ കഴിഞ്ഞും വലുതാണ്. സോ അങ്ങനെ നോക്കുമ്പം ഏറ്റവും നമുക്ക് ഇതാണ് ആറായിരിക്കും ഏറ്റവും വലുതെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ 2-3 ഒബ്ജക്റ്റുകൾ നമുക്ക് ഓർഡർ ചെയ്ത് അതിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എത്രത്തോളം വലുതാണ് ഏത് ഡിസ്റ്റൻസിലത് മാഗ്നിറ്റ്യൂഡ് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്. ദെൻ നമ്പേഴ്സ് അസൈൻഡ് കനോട്ട് ബി മീനിങ് ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ്. അവിടെ അഡീഷൻസും സബ്സ്ട്രാക്ഷൻ, ദാറ്റ് ഇസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒന്നും ഇവിടെ പോസിബിൾ അല്ല. അതൊരു ലിമിറ്റേഷനാണ് ഓർഡിനലിൻ്റെ. അപ്പോൾ ഓർഡിനൽ എന്ന് പറയുമ്പോൾ നോമിനലിനെ കഴിഞ്ഞും ബെറ്റർ ആണെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് പിന്നെ 2-3 സ്കെയിലുകളുണ്ട്, ദാറ്റ് ഈസ് ഇൻ്റർവൽ ഉണ്ട്, റേഷ്യോ ഉണ്ട്. അപ്പോൾ അതിനെ കഴിഞ്ഞും ഒക്കെ ലിമിറ്റേഷൻസ് ഉള്ള ഒരു സ്കെയിലിംഗ് തന്നെയാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കെയിലിംഗ് ഈസ് ഇൻ്റർവൽ സ്കെയിൽ. അപ്പം ഓർഡിനൽ വരെ എത്തി നമ്മൾ. ഓർഡിനലിൽ നമ്മൾ എന്താ ചെയ്തത്, ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, ദാറ്റ് ഈസ് റാങ്കിങ് പോസിബിൾ ആണ്. അപ്പം അതിനെ കഴിഞ്ഞും ഒരു പടി കൂടി മുന്നേ നിൽക്കുന്നതാണ് ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, നമുക്ക് ഇൻ്റർവലുകളായിട്ട് തിരിക്കാൻ പറ്റുന്നു. ഇപ്പോൾ 0-20 എന്ന് നമ്മൾ എഴുതുവാണെങ്കിൽ അതൊരു ഇൻ്റർവലാണ്. 20-30 എന്ന് 20-40 എന്ന് എഴുതുവാണെങ്കിൽ അതിനെ ഇൻ്റർവലായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുവാണെങ്കിൽ അതിന് നമ്മൾ ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാർഡിനൽ ലെവൽ ഓഫ് മെഷർമെൻറ്റ് എന്നുകൂടി ഇതിനെ പറയുന്നു. കാർഡിനൽ, മറ്റത് ഓർഡിനൽ ആയിരുന്നു, ഇത് കാർഡിനൽ. സോ ഇൻ്റർവൽ സ്കെയിൽസ് ആഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റാങ്ക്സ്. അപ്പോൾ നമ്മൾ 1, 2, 3, 4 എന്ന് റാങ്കിങ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ നമുക്ക് എന്താണ് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ കാർഡിനൽ സ്കെയിലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ റാങ്കും രണ്ടാമത്തെ റാങ്കും തമ്മിലുള്ള ആ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റുന്നു. അത് തമ്മിലുള്ള ഇൻ്റർവൽ എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ടു എംപ്ലോയ് ആൻ ഇൻ്റർവൽ സ്കെയിൽ വി മസ്റ്റ് യൂസ് സം കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. എക്സാമ്പിൾ പറയാം, ഇറ്റ് വുഡ് ബി ഇൻകറക്റ്റ് ടു സേ 40 degrees Celsius to 220 degrees Celsius. Interval scale has no true or absolute zero.
A temperature of 0 degrees Celsius does not imply an absence of heat. It is just the point at which water freezes. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണ് സീറോ എന്ന് പറയുന്ന ഒരു സീറോ എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ഐറ്റം അതിന് ഇൻ്റർവൽ സ്കെയിലിൽ വാല്യൂ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ സീറോ എന്ന് പറയുമ്പോൾ അവിടെ എന്താ നിൽ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. പക്ഷേ ഇൻ്റർവൽ സ്കെയിലിൽ നമുക്ക് സീറോ എന്ന് പറഞ്ഞ് നിൽ എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലേ? ടെമ്പറേച്ചർ ഇല്ല എന്നൊരു അർത്ഥമില്ല. കാരണം നമുക്ക് നെഗറ്റീവ് ഡിഗ്രി സെൽഷ്യസുകൾ ഉണ്ട്. ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് മീൻസ് ദ ഹീറ്റ് അല്ലെങ്കിൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാട്ടർ ഗെറ്റ് ഫ്രീസസ്. വാട്ടർ ഐസ് ആകുന്ന ഒരു ടെമ്പറേച്ചറാണ് 0 ഡിഗ്രി സെൽഷ്യസ്. സോ 0 ഡിഗ്രി സെൽഷ്യസ് ഡസൻറ്റ് ഇംപ്ലൈ ദാറ്റ് ദർ ഈസ് നോ ടെമ്പറേച്ചർ എക്സിസ്റ്റ്. നെഗറ്റീവ് ഡിഗ്രി സെൽഷ്യസുകളുണ്ട്. അപ്പോൾ അതാണ് ഇൻ്റർവൽ സ്കെയിലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവിടെ എന്താണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. സോ ദാറ്റ് ഈസ് ഇൻ്റർവൽ സ്കെയിൽ. It measures difference in magnitude but also possesses the properties of equal intervals. But difference in magnitude നമ്മുടെ മെഷർ ചെയ്യുന്നുണ്ട്. It's a scale of measurement in which the interval between numbers on the scale all are equal in size. അപ്പം നമ്മൾ ഇൻ്റർവൽ അല്ലെങ്കിലും നമുക്കറിയാം ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ നമ്മൾ 0 to 10 then 10 to 20 എന്ന് പറയുമ്പം അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. 10 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡാണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. Using this scale, one is able to judge the difference between the object. Then it is only with an interval scale data that researcher can justify the use of arithmetic mean. Okay. Then അടുത്ത സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ ആൻഡ് റേഷ്യോ. അപ്പോൾ നാലാമത്തെ സ്കെയിലിംഗ് ആണ് എന്ത്? റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മുന്നിലുള്ള എല്ലാ സ്കെയിലിങ്ങുകളുടെയും കുറേ ഡിഫക്ട്സുകൾ നമ്മൾ പറഞ്ഞു. ആ ഡിഫക്ട്സ് എല്ലാം നമ്മൾ ഒരു ക്ലാരിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു സ്കെയിലിംഗ് ആണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദ മോസ്റ്റ് പവർഫുൾ സ്കെയിലിംഗ് ടെക്നിക്. റേഷ്യോ സ്കെയിലാണ് ഏറ്റവും പവർഫുൾ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് മെഷർമെൻറ്റ് സ്കെയിൽ. All forms of arithmetic operation can be meaningfully applied to ratio scale. Ratio scale നമുക്കെല്ലാം മീനിങ്ഫുള്ളി അപ്ലൈ ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് എന്താ ഡിസ്റ്റൻസ്, മാഗ്നിറ്റ്യൂഡ്, ഒറിജിൻ എല്ലാം ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് ലെസ് ദാൻ 0 പീപ്പിൾ ഓർ ട്രാവൽ ലെസ് ദാൻ 0 കിലോമീറ്റർ. ഡിസ്റ്റൻസ്, ടോൺ ഓഫ് വീത്ത്, നമ്പർ ഓഫ് പീപ്പിൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റേഷ്യോ സ്കെയിൽ. 0 ഹാസ് റിയൽ മീനിങ് ഇൻ റേഷ്യോ സ്കെയിൽ. അപ്പോൾ റേഷ്യോ സ്കെയിലിൽ 0യ്ക്ക് എന്താണ് റിയൽ മീനിങ് ഉണ്ട്. നമ്മൾ ഇൻ്റർവൽ സ്കെയിലിൽ പറഞ്ഞു 0 എന്ന് പറഞ്ഞാൽ അവിടെ അബ്സല്യൂട്ട് 0 അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ റേഷ്യോ സ്കെയിലിലേക്ക് വരുമ്പോൾ 0 എന്താണ്? 0യ്ക്ക് റിയൽ മീനിങ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് ലെസ് ദാൻ 0 പീപ്പിൾ ഓർ ടു ട്രാവൽ ലെസ് ദാൻ 0 കിലോമീറ്റർ. 0 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. 0 പീപ്പിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരാളുകളും ഇല്ല എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇവിടെ റേഷ്യോ സ്കെയിലാണ് 0യ്ക്ക് 0ൻ്റെ തന്നെ ആ ഒരു മീനിങ് ഉള്ളത്. ഇൻ്റർവൽ സ്കെയിലിൽ 0യ്ക്ക് ആ മീനിങ് അല്ല ഉള്ളത്. ദെൻ റേഷ്യോ സ്കെയിൽ റെപ്രസെൻ്റ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വേരിയബിൾസ്. ദിസ് ഹാസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇൻ്റർവൽ സ്കെയിൽ ടുഗെദർ വിത്ത് ഫിക്സ്ഡ് ഒറിജിൻ ഓർ 0 പോയിൻറ്റ്. അപ്പോൾ ഇതിൽ അബ്സല്യൂട്ട് 0 പോയിൻറ്റ് ഉണ്ട്. അപ്പോൾ റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പം പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അവിടെ 0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഉണ്ട് 0യ്ക്ക്. ദെൻ നമുക്ക് നമ്മൾ പഠിച്ചു 4 രീതിയിലുള്ള സ്കെയിലിംഗ് നമ്മൾ പഠിച്ചു. ആ 4 രീതിയിലുള്ള സ്കെയിലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറൻസ്? ഫസ്റ്റ് വൺ, നോമിനൽ എന്താണ്? നോമിനൽ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ മാത്രമേ അവിടെ പറ്റുന്നുള്ളൂ. നെയിമാണ്, നമ്മൾ പറഞ്ഞു നെയിമാണ്, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ മാത്രമേ അവിടെ പറ്റുന്നുള്ളൂ. ആൻഡ് ദിസ് ക്യാൻ ബി മെഷേർഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് വെദർ ദ ഇൻഡിവിജ്വൽ ഐറ്റംസ് ബിലോങ് ടു സം ഡിസ്റ്റിങ്റ്റീവ്ലി ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പോൾ ഇവിടെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജെൻഡർ, റേസ്, കളർ, സിറ്റി, നെയിം എക്സെട്ര, അതൊക്കെ എന്താണ് നമ്മൾ നോമിനലിൽ പറയുന്ന എക്സാമ്പിൾസ് ആണ്. ദെൻ ഓർഡിനലിലേക്ക് വരുമ്പോൾ എന്താണ്? ഓർഡിനലിൽ നമ്മൾ റാങ്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. allow us to rank order the items we measure in terms of which has less and which has more or quality. അപ്പോൾ നമ്മൾ എന്തിൻ്റെയെങ്കിലും ഒരു ക്രൈറ്റീരിയൻ്റെ ബേസിസിൽ ഇതിനെ റാങ്ക് ചെയ്യുവാണ്. ഡിഫറെൻറ്റ് റാങ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ വി ക്യാൻ സേ നോമിനൽ മെഷർമെൻറ്റ് പ്രൊവൈഡ്സ് ലെസ് ഇൻഫർമേഷൻ ദാൻ ഓർഡിനൽ മെഷർമെൻറ്റ്. ഓക്കെ. അപ്പോൾ അതിൽ ഓർഡിനൽ എന്ന് പറയുമ്പം റാങ്കിങ് ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ ഇൻ്റർവെല്ലിൽ പറയുവാണെങ്കിലോ,
Interval variables allow us not only to rank order the items that are measured but also to quantify and compare. ഇപ്പോൾ ഇൻ്റർവെല്ലിലേക്ക് വരുമ്പം അവിടെ നമുക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല പറ്റുന്നത്, ആ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ വന്നു, ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് ആയത്. അപ്പോൾ ആ ഒരു മാഗ്നിറ്റ്യൂഡൽ ഡിഫറൻസ് കൂടി ഇവിടെ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യപ്പെടുന്നു. ദെൻ റേഷ്യോയിലേക്ക് വരുമ്പം ഇൻ്റർവെല്ലുമായിട്ട് വളരെ സിമിലർ ആണ്, പക്ഷെ അവിടെ 0 എന്ന് പറയുന്ന ഒരു കാര്യത്തിന്, അതായത് 0 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിന് അവിടെ അബ്സല്യൂട്ട് വാല്യൂ ഉണ്ട്. 0 എന്ന് പറയുന്നൊരു കാര്യം ട്രൂ ആണ്. അതാണ് റേഷ്യോയും ഇൻ്റർവെല്ലും തമ്മിലുള്ള ഏക ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ അല്ലെങ്കിൽ സ്കെയിൽ എന്ന് പറയുന്നത് റേഷ്യോ ആണ്, ഹയസ്റ്റ് റേഷ്യോ ആണ്. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്കെയിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എറർ ഇൻ മെഷർമെൻറ്റ്. മെഷർമെൻറ്റിൽ എങ്ങനെയാണ് എറർ വരാനുള്ള സാധ്യതകൾ, സോഴ്സ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്, അതുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റെസ്പോണ്ടൻസ് റിലക്റ്റൻസ്. ഇപ്പോൾ റെസ്പോണ്ടൻസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ റിലക്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ തന്നെ തെറ്റാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് ദ measurement. ഇപ്പോൾ certain times respondents may reluctant to express their strong negative feeling. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്, അപ്പോൾ അവർക്ക് ആ നെഗറ്റീവായിട്ട് അത് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അവർ നെഗറ്റീവ്ലി അതിനെ റെസ്പോണ്ട് ചെയ്യില്ല, ന്യൂട്രലായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഡേറ്റയിൽ എറർ വരാൻ സാധിക്കുന്നു. ദെൻ situational factors. If someone else is present at the time of interview, the respondent is reluctant to express his feelings and idea. അപ്പോൾ situational factors, നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സ്കെഡ്യൂൾ നടത്തുന്ന ആ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അവിടെ അയാൾ ഫ്രീ അല്ല, സംസാരിക്കാൻ ഫ്രീ അല്ല, അല്ലെങ്കിൽ അയാളെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അയാളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി മേ നോട്ട് ഗെറ്റ് ദ ആക്ച്വൽ ഇൻഫർമേഷൻ. ദെൻ ഫോൾഡ് വിത്ത് ഇൻ്റർവ്യൂവർ, അതായത് എന്യൂമറേറ്ററുടെ അടുത്തുള്ള പ്രോബ്ലം, ഇൻ്റർവ്യൂവറുടെ അടുത്തുള്ള പ്രോബ്ലം. ഇപ്പോൾ ഇൻ്റർവ്യൂവർ ക്യാൻ ട്വിസ്റ്റ് റിപ്ലൈസ് ബൈ റീവേർഡിങ് ഓർ റീഓർഡറിങ് ദ ക്വസ്റ്റ്യൻ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരാൾ നമ്മൾ സംസാരിക്കുമ്പം അയാൾ സംസാരിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ കേട്ടതിന് ശേഷം നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ വേർഡിങ്, അയാൾ പറഞ്ഞ വേർഡിൽ മാറ്റം വന്നാൽ തന്നെ അർത്ഥത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് റീവേർഡിങ് അല്ലെങ്കിൽ റീഓർഡറിങ്. ഇപ്പോൾ അയാളുടെ പ്രിഫറൻസ് പറയുവാണെങ്കിൽ നമ്മളത് കേട്ടതിന് ശേഷം നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഓർഡറിൽ ചേഞ്ച് വന്നാൽ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് മാറിപ്പോകാനുള്ള സാധ്യത. അതാണ് ഫോൾട്ട് വിത്ത് ഇൻ്റർവ്യൂവർ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ അതവർ ക്ലിയർ ആയിട്ട് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ദെൻ ഡിഫക്റ്റീവ് മെഷർമെൻറ്റ്. അപ്പം മെഷർമെൻറ്റ് ടെക്നിക്സിലുണ്ടാവുന്ന ഡിഫക്റ്റീവ്, അപ്പം പുവർ ആയിട്ടുള്ള കോംപ്ലക്സ് വേർഡുകൾ യൂസ് ചെയ്യുക, പുവർ പ്രിൻറ്റിങ്, ഇനാഡിക്വേറ്റ് സ്പേസ് ഫോർ റിപ്ലൈസ്. അപ്പോൾ നമ്മുടെ ആ ഒരു മെഷർമെൻറ്റ് ടെക്നിക്ക് ഉണ്ടാവുമല്ലോ, ഡേറ്റ കളക്ഷൻ ടെക്നിക്ക്, അതിൽ വരുന്ന തെറ്റുകൾ, ഒന്ന് വേഗ് ക്വസ്റ്റ്യൻസ് ആക്കുക, മീൻസ് അത് പ്രോപ്പറായിട്ട് പ്രിൻറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡിങ് അല്ല ഞാൻ പറയുന്നത്, പ്രിൻറ്റിങ്ങിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ലാത്ത പ്രശ്നമാകാം. പിന്നെ കോംപ്ലക്സ് വേർഡുകൾ യൂസ് ചെയ്യുന്നത്, ഇനാഡിക്വേറ്റ് സ്പേസ്, അവർക്ക് ഒരു ആൻസർ എഴുതണമെന്നുണ്ട് പക്ഷെ അവിടെ സ്പേസ് പ്രൊവൈഡ് അല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും, എഴുതാണ്ട് ഉപേക്ഷിക്കും. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ ഡിഫക്റ്റീവ് മെഷർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.